ചരിത്രങ്ങൾ ഒരുപാട് പറയാനുള്ള ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് തന്നെയാണ് ലോർഡ്സ്. നമസ്കാരം, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് തേർഡ് ടെസ്റ്റ് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചാണ് നടന്നിരുന്നത്. ലാസ്റ്റ് ഡേ ഓഫ് ദ മാച്ച് 112 വിക്കറ്റ് എന്ന നിലയിൽ ഇന്ന് കളി ആരംഭിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 11 റൺസിൽ എന്തോ 4 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു വശത്ത് നമ്മുടെ വൺ മാൻ ആർമി എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ വിശ്വസ്തനായ, നമ്മളെ ഒരുപാട് തവണ പല സ്ഥലങ്ങളിൽ വെച്ച് ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ മാച്ചുകളിലും സ്റ്റേഡിയങ്ങളിലും വിന്നിങ് മാച്ച് ബ്രില്യൻ്റ് ഇന്നിങ്സുകൾ കാഴ്ചവെച്ച നമ്മുടെ പ്രൊഫസർ ജഡേജ, മറുവശത്ത് ബുംറ. വളരെ 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 അൺപ്രഡിക്റ്റബിൾ ആയിരുന്ന ട്രാപ്പുകൾ ഒരുപാട് ബെൻ സ്റ്റോക്സും ജോ റൂട്ടും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ടെംപ്റ്റ് ആവാതെ വളരെ വളരെ നല്ല രീതിക്ക് ഇന്നിങ്സുകൾ, ഓവറുകൾ ഡിഫെൻഡ് ചെയ്ത് കളിച്ചു. ഒട്ടും അറ്റാക്കിംഗ് മോഡല്ലായിരുന്നു, വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു അവർ കളിച്ചിരുന്നത്. പക്ഷേ ഷോർട്ട് ബൗൺസർ, ഓവർഹെഡ് ബൗൺസേഴ്സ്, അതൊരു ഹുക്ക് ആണെന്ന് ഇംഗ്ലീഷ് നിരയ്ക്ക് മനസ്സിലായി. അങ്ങനെ അവരത് പല വഴികളും ട്രൈ ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു LBW അപ്പീലുണ്ടായിരുന്നു. ഓൺഫീൽഡ് അമ്പയർ വിക്കറ്റ് കൊടുക്കുകയും സർ ജഡ്ഡു അത് DRSന് പോവുകയും അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത നെക്സ്റ്റ് ബോൾ ഇറ്റ്സ് എ ബൂമർ. അതൊരു വളരെ നല്ലൊരു സിക്സറായിരുന്നു. അതിന് തൊട്ടടുത്ത ബോളും അതേപോലെ അറ്റാക്ക് ചെയ്ത് കളിച്ചു. പക്ഷേ ബൗണ്ടറി നേടാൻ സാധിച്ചില്ല. അപ്പോൾ ഞാനൊന്ന് പേടിച്ചു, അത് ഇനിയിപ്പം മിഡ് ഓണിലോ ലോങ് ഓണിലോ വല്ലതും ക്യാച്ച് ആവുമോ എന്ന്. പിന്നെ വീണ്ടും പഴയതുപോലെ ഒരു വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഡിഫെൻസീവ് ക്ലാസിക് ക്രിക്കറ്റിംഗ് ഷോട്ട്സ് തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. പക്ഷേ എപ്പോഴോ ജസ്പ്രീത് ബുംറയെ അവർ കെണിയിലാക്കുകയും അതിലവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ആദ്യത്തെ ബൗൺസർ തന്നെ പുള്ളിക്കാരൻ ഓവർഹെഡ് വന്നപ്പം ബാറ്റ് ടച്ച് ചെയ്യാൻ നോക്കി, ഫുൾ ഷോട്ട് കളിക്കാൻ പെട്ടെന്ന് ഒരു റിഫ്ലെക്സ് ആയിട്ട് കളിക്കാൻ നോക്കിയപ്പോൾ അതിൽ പരാജയപ്പെടുകയും ബീറ്റണാവുകയും ജഡ്ഡു നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഗസ്റ്റർ പുള്ളി ഇതൊന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൽ കണ്ട ഒരു കാര്യം, ജഡ്ഡു സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇത് അവർ നോക്കിയിട്ട് ക്യാൻ യു റൺ ടു, നോ മേ ബി ഐ ഡിഡ്ന്റ് ഹാവ് റീച്ച്ഡ്. അപ്പം അങ്ങനെ പുള്ളി അവർ നോക്കി. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നെങ്കിൽ സിംഗിൾ എടുത്തപ്പോഴേ കളി ജയിക്കാവുന്നതായിരുന്നു. പക്ഷേ അപ്പോഴാണ് സിറാജ് വന്നത്, മുഹമ്മദ് സിറാജ്, വാലറ്റത്തെ അമരക്കാരൻ. പക്ഷെ ഒരു പ്രതീക്ഷ വന്നു, കാരണം പുള്ളി നൈസായിട്ട് ആ ഷോർട്ട് ബോളുകൾ നൈസായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഓക്കെ. എന്നിട്ട് അവർ സില്ലി പോയിന്റിൽ ആളെ പിടിച്ച് നിർത്തി, ലെഗ് സ്ലിപ്പിൽ ആളെ പിടിച്ച് നിർത്തി, മിഡ് ഓണിലും ഒക്കെ ആളെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ വളരെ ടാക്റ്റിക്കായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ടായിരുന്നു, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഒരു ഓവറിൻ്റെ തുടക്കത്തിൽ സ്പിന്നറെ കൊണ്ടുവന്നിട്ട് അതിനെ ജഡ്ഡുവിനെ കൊണ്ട്
സിംഗിൾ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബൗണ്ടറി ലൈനിൽ കയറി നിൽക്കുകയും അതും വളരെ കൺട്രോൾഡായിട്ട് തന്നെ ജഡ്ഡു അതിനെ തരണം ചെയ്യുകയും അതുപോലെ തന്നെ എപ്പോഴും ഒരു പാറ്റേൺ ഇവർ ഫോളോ ചെയ്തിരുന്നു. അതായത് 4ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ ബോൾ സിംഗിൾ എടുക്കുകയും 1-2 ബോൾ ലാസ്റ്റ് മാനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്ത് കളിപ്പിക്കുകയും അടുത്ത ഓവർ ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. കോമൺ തിങ്ങാണ്, ഇറ്റ്സ് എ കോമൺ തിങ്. സ്ട്രൈക്ക് എടുത്ത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഇതുപോലെ 4ാമത്തെ ബോളെന്തോ ആയപ്പോൾ ജഡ്ഡു ബാറ്റ് ചെയ്യുമായിരുന്നു. എല്ലാവരെയും സിംഗിൾ കൊടുക്കാത്ത രീതിയിൽ അടുത്ത് പിടിച്ച് നിർത്തുകയും they tempted him to do the big shots, but he never done that foolishness. പക്ഷേ കളി മുന്നോട്ട് പോയപ്പോൾ ലാസ്റ്റ് ഐ തിങ്ക് 23 റണ്ണായപ്പോൾ എല്ലാവരും വിചാരിച്ചു ഒരു ഒറ്റ ഓവറിൽ തന്നെ കളി തീർക്കാം, 3-4 സിക്സർ. പക്ഷേ ഇറ്റ്സ് ടു റിസ്കി. കാരണം നമ്മൾ ഒരു 81 റൺസ് മുതൽ ഇങ്ങനെ കളി ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്ന ഒരു കളിയായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ അങ്ങ് കൊണ്ടുപോയാൽ നമുക്ക് സുഖമായിട്ട് ജയിക്കാമായിരുന്നു. ഇത് റിസ്ക്കാണ്, ബട്ട് ദി അതർ വേ ഈസ് ഓൾസോ ഇറ്റ്സ് ടു റിസ്കിയർ ദാൻ ദിസ് ഡിഫെൻസീവ് സ്റ്റൈൽ ഓഫ് ക്രിക്കറ്റ്. എന്തായാലും അതൊരു ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് ലോർഡ്സിൽ നമുക്ക്. കാരണം നമ്മൾ ഒരുപാട് നമുക്ക് നമ്മുടെ വിന്നിങ് മാച്ചസ് ഉണ്ടായിരുന്ന ഉണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ലെറ്റ്സ് സീ ദ ബിഗ് പിക്ചർ. ഇനിയും ഉണ്ടല്ലോ 2 മാച്ചസ്. ഇപ്പോൾ നമ്മൾ 2-1 പിന്നിലാണ്. അടുത്ത മാച്ച് എവിടെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ.